സമൂഹ മാധ്യമങ്ങളിലൂടെ ശാരീരിക അധിക്ഷേപം നേരിടുന്നതായി ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ്. ബോഡി ഷേമിംഗ് തമാശയല്ല, അത് ഒരാളുടെ മൗനം പിളർന്ന് പ്രതിഷേധം തുറക്കേണ്ട സാഹചര്യമാണ്. താൻ ഒരു ക്യാൻസർ അതിജീവിതയാണ് എന്നത് അധിക്ഷേപിക്കുന്നവർ ഓർക്കുന്നില്ലെന്നും ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് നിഷയുടെ പ്രതികരണം. ഗോകുൽ രമേശുണ്ട്. ഗോകുലിലേക്ക് എത്താം ആദ്യം നിഷയുടെ പ്രതികരണത്തിലേക്ക്. തടിച്ചി എന്നൊക്കെ പറഞ്ഞു ഒരു എന്നാ പേര് ആലൻ ജേക്കബ്സ്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ എൻ്റർടൈൻമെൻറ്റ്സ്, ഇവർ ആണ് ഒന്നാണെന്നാണ് തോന്നുന്നത്. ഇരുന്ന് ഈ തടിച്ചി എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗ്സ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇത് ബോഡി ഷേമിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ബോഡി ഷേമിംഗ് അത്ര നല്ലതല്ല. ഈ ബോഡി ഷേമിംഗ് ഉണ്ടല്ലോ, IPC 509 498A ഒക്കെ ഭാഗമാണ്. കൊച്ചനിയന്മാരെ, ഈ ബോഡി ഷേമിങ് ചെയ്യുന്നത് അത്ര നല്ല ആണത്വം എന്നൊന്നും പറയത്തില്ല അതിന്. എന്തായാലും ദിസ് ഇസ് നോട്ട് ഡൺ. ഓക്കെ. ഗോകുൽ രമേശ് ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഇവർ ഒരു ക്യാൻസർ അതിജീവിതയാണ്. അവർക്കെതിരെയാണ് ഇമ്മട്ടിലുള്ള അതിക്രമപരമായ പരാമർശങ്ങൾ നടത്തുന്നത്. അത് നിയമപരമായും തെറ്റാണ്. ഇവർ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് നിഷ പറയുന്നത്? വീഡിയോയിലൂടെയാണ് നിഷ ജോസ് കെ മാണി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. തൻ്റേതൊരു രാഷ്ട്രീയ കുടുംബമാണ്, അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സാധാരണഗതിയിൽ തന്നെ ധാരാളം അധിക്ഷേപങ്ങൾ നേരിടാറുണ്ട്. പക്ഷേ അതും കവിഞ്ഞുകൊണ്ട് ബോഡി ഷെയ്മിങ്ങിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിക്കണമെന്ന് തോന്നിയതെന്നും ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് നിഷ ജോസ് കെ മാണി ആ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഏറ്റവും അധികം ശാരീരിക അധിക്ഷേപങ്ങൾ തനിക്ക് നേരിടേണ്ടതായിട്ട് വരുന്നത്. തൻ്റെ ശരീരഭാരമൊക്കെ കണക്കാക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് ഈ ആളുകൾ നടത്തിയിരിക്കുന്നത്. ചില പേജുകളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിഷ വിമർശനം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, താനൊരു ക്യാൻസർ അതിജീവിതയാണ് എന്നത് ഈ അധിക്ഷേപിക്കുന്ന ആരും ഓർക്കുന്നുകൂടിയില്ല എന്നും അവർ പറയുന്നുണ്ട്. ഒപ്പം എന്റെ ശരീരം എന്റെ സ്വകാര്യതയാണ്, എന്റെ സ്വകാര്യത എന്റെ അവകാശമാണ് എന്നും നിഷ ഈ വീഡിയോയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ബോഡി ഷെയ്മിംഗ് ഒരു തമാശയല്ല, അത് ഒരാളുടെ മൗനം പിളർന്ന് ഒരു പ്രതിഷേധം തുറക്കേണ്ട സാഹചര്യമാണെന്നും നിഷ വളരെ പ്രതികരിക്കുകയുണ്ടായി, വളരെ വികാരപൂർവ്വം പ്രതികരിക്കുകയുണ്ടായി. ഒപ്പം മാത്രമല്ല, തന്റെ അതേ രീതിയിൽ മറ്റ് സ്ത്രീകളും സമാനമായി തന്നെ വലിയ ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിടേണ്ടതുണ്ട് എന്നും, ഒപ്പം ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ ആ രീതിയിൽ തന്നെ പോകും എന്നും നിഷ ജോസ് കെ മാണി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ അധിക്ഷേപ പരാമർശങ്ങൾ വർദ്ധിച്ചു വന്ന ഒരു സാഹചര്യത്തിലാണ് തനിക്ക് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ടി വന്നത് എന്നാണ് നിഷ ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത്. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.